ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആർട്ട് ജേർണലിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ആർട്ട് ജേർണലിങ് ചെയ്യുന്നവർ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സപ്ലൈസും കുറവാണ്. ഇത് ഞാനൊരു ഇൻ്റർനാഷണൽ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ജേർണൽസ് എന്നാണ് ഈ ഒരു സൈറ്റിലിൻ്റെ പേര്. ഇതിൽ തീം ബേസിസിൽ നമുക്ക് ആർട്ട് സപ്ലൈസ്, ജേർണൽ ആർട്ട് സപ്ലൈസ് കിട്ടുന്നതാണ്. ഐ ലവ് ഇറ്റ്. ഓക്കെ, പല ടൈപ്പിലും, പല സ്ക്രീപ്പ് പേപ്പേഴ്സ് ആയാലും, സ്റ്റാമ്പ്സ് ആയാലും, ലെറ്റേഴ്സ് ആയാലും, ഡെക്കറേഷൻസ് ആയാലും, സ്റ്റിക്കേഴ്സ് ആയാലും ഒക്കെ നമുക്ക് പല സൈസിലും നമുക്ക് എന്ത് വേണം അത് എന്തായാലും അവിടെ കിട്ടുന്നുണ്ട്. സോ ഐ ആം റിയലി ഹാപ്പി നമുക്ക് ഇത് അറ്റ്ലീസ്റ്റ് വാങ്ങാൻ പറ്റുന്നതിൽ. ഇന്ത്യയിൽ കുറച്ചുകൂടെ ഇതേപോലുള്ള ആർട്ട് സപ്ലൈസ്, ആർട്ട് ജേർണലിങ് സപ്ലൈസ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഇൻ്റർനാഷണൽ സൈറ്റിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുകയാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാത്തതാണോ എന്നറിയില്ല, അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ എനിക്കും പോയി ചെക്ക് ചെയ്ത് നോക്കാമല്ലോ നല്ലതാണോ ഇല്ല എന്നുള്ളത്. ഇതെന്തായാലും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഐ ആം വെരി 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 ഹാപ്പി. നമ്മൾ വിചാരിക്കുന്ന തീം എന്താണോ അത് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രാവശ്യം ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത് സ്റ്റാറി നൈറ്റ്, ഡ്രാഗൺ, ഷിപ്പ്, സീ സീരീസൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു തീം ഞാൻ വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഏകദേശം ഇതിൽ തന്നെയായിരിക്കും. കണ്ടില്ലേ, ഡയലൊക്കെ വാങ്ങിയത്. അങ്ങനെ ആ ഒരു തീമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ ആർട്ട് ജേർണലിങ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നവരും വളരെ കുറവാണ്. ആർട്ട് ജേർണലിങ് തിങ്ക് ഇറ്റ് ഓഫ് ലൈക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ, ഡാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ, അതാണ് നമ്മൾ ആർട്ട് ജേർണലിങ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു മെഡിറ്റേഷൻ ഫീലും കിട്ടും, നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതുവഴി നമുക്കൊരു സ്റ്റോറി പറയാം, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ പിന്നെ ചിലപ്പോൾ ചിലവർക്ക് കാണുമ്പോൾ വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ച് കളിക്കുന്ന പോലെ തോന്നാൻ സാധ്യതയുണ്ട്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു, വെരി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ഗ്രാജുവലി ചെയ്തു വരുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എ സ്റ്റോറി, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജേർണലിങ് ചെയ്യുന്ന രീതിയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.